20 വർഷത്തോളമായി സംഗീത രംഗത്തും സാഹിത്യ രംഗത്തും ഏറെ സജീവമാണ് കോഴിക്കോട് വേളം പഞ്ചായത്തിലെ പൂളക്കൽ സ്വദേശി രവി ഉദയോത്ത് എന്ന കലാകാരൻ. ഇദ്ദേഹം രചിച്ച പെരുന്നാൾ ഗാനം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാണ്. 20 വർഷത്തോളമായി സംഗീത രംഗത്തും സാഹിത്യ രംഗത്തും സജീവമാണ് കോഴിക്കോട് വേളം പഞ്ചായത്തിലെ പൂളക്കൽ സ്വദേശിയായ രവി ഉദയോത്ത് എന്ന കലാകാരൻ. ആകാശവാണി കലാകാരൻ കൂടിയായ ഇദ്ദേഹം ഒരു സംഗീത അധ്യാപകൻ കൂടിയാണ്. രവി ഉദയോത്ത് തനത് ശൈലിയിലാണ് മാപ്പിളപ്പാട്ടുകൾ രചിക്കാറുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. ഹജ്ജ് കാലം പശ്ചാത്തലമാക്കി രവി ഉദയോത്ത് എഴുതിയ മാപ്പിളപ്പാട്ട് ശ്രദ്ധേയമാവുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി വിശ്വാസി സമൂഹം യാത്ര തിരിച്ചപ്പോൾ അവർക്ക് പുണ്യസ്ഥലങ്ങൾ കാണാനും പ്രാർത്ഥന നടത്താനും സാധിക്കുമാറാകട്ടെ എന്ന ആശീർവാദം നൽകി എഴുതിയ വരികളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുന്നത്. അക്കരയെത്തിയൊരൊത്തിരി ദിക്റതോദാനൊക്കണമേ അല്ലാ, ഇപ്പെരുനാളിനു തന്നെ ആ തിരു ഹജ്ജിന് കൂട്ടണമേ അല്ലാ. അക്കരയെത്തിയൊരൊത്തിരി ദിക്റതോദാനൊക്കണമേ അല്ലാ, ഇപ്പെരുനാളിനു തന്നെ ആ തിരു ഹജ്ജിന് കൂട്ടണമേ അല്ലാ. ഈ ഗാനം രവിയുടെ ശിഷ്യ നിയ നസ്രീൻ പാടിയിട്ടുമുണ്ട്. കുറ്റ്യാടി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നിയ പാടിയ വെർഷൻ ഈ മാസം 9-ന് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ താജുദ്ദീൻ വടകരയാണ് ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തത്. ഈ പാട്ട് ഹജ്ജുമായിട്ട് ബന്ധപ്പെടുന്ന പാട്ട് ഇപ്പോൾ എഴുതിയിട്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ശേഷമാണ് ശരിക്കും എഴുതിയിട്ട് ഒരു രൂപത്തിലാക്കിയെടുക്കുന്നത്. ഇത് ഹജ്ജിന് ഭാഗ്യം ലഭിച്ചവർക്കും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള മോഹം പേര് ജീവിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, അവർക്കൊക്കെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നത്. ഈ പാട്ടിൻ്റെ ആദ്യത്തെ വേർഷൻ നീയാണ് പാടിയിട്ടുള്ളത്. പിന്നീടാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പരായതനായ ഉദയോത്ത് കൃഷ്ണൻ മാസ്റ്ററുടെ മകനാണ് രവി. പല മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സംഗീത അധ്യാപകനായി ജോലി ചെയ്യുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ കാവ്യാഞ്ജലിയുടെ ആർട്ടിസ്റ്റുമാണ്. രവിയുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച കുട്ടികൾ പലരും സംസ്ഥാന സ്കൂൾ വേദികളിൽ വിജയം നേടിയിട്ടുണ്ട്. ACB ന്യൂസ്, കോഴിക്കോട്.